സൈബർ ആക്രമണത്തെ അപലപിക്കേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ഒരുമിച്ച് അപലപിക്കേണ്ടതാണ്. അതിൽ ഇന്ന് വാർത്താസമ്മേളനം നടത്തിയ UDF-ൽ നിന്ന് വാർത്താസമ്മേളനം നടത്തിയ വനിതാ നേതാക്കൾ, ഒന്ന് ഉമാ തോമസ്, മറ്റേത് KK രമ, രണ്ടുപേരും ആദ്യം തന്നെ പ്രതികരിച്ചത് ഈ ആക്രമണത്തെ അപലപിച്ചുകൊണ്ടാണ്. ഏറ്റവും മാതൃകാപരമായ ഒരു പ്രതികരണം രണ്ട് വനിതാ നേതാക്കൾ അപ്പുറത്തുനിന്ന് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അവിടുത്തെ പുരുഷ നേതാക്കൾക്ക് പോലും മാതൃകയായിക്കൊണ്ടുള്ള ഒരു പ്രതികരണം അവർ നടത്തി. അതേസമയം നിർണായകമായ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളും KK രമ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ കാര്യത്തിൽ ഈ സൈബർ ബുള്ളിംഗ് തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ KK ശൈലജ പരാതി നൽകിയിരുന്നു. അത് ഏകദേശം 20 ദിവസത്തോട് അടുക്കുകയാണ്. എന്നിട്ടും പോലീസ് എന്തു ചെയ്തു, ആഭ്യന്തര വകുപ്പ് ആരാണ് ഭരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളടക്കം അവർ മുന്നോട്ട് വയ്ക്കുക. രാഷ്ട്രീയ ചോദ്യമാണ്. ആ ചോദ്യം എന്ന് പറയുമ്പോൾ ഈ KK ശൈലജ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതിയിലും പറയുന്നത് പോലീസിന് പരാതി നൽകിയിട്ടും നടപടി എടുത്തിട്ടില്ല എന്ന വാചകം തന്നെയാണ് അവർ പറയുന്നത്. അപ്പോൾ CPM-ലെ ഏറ്റവും സമുന്നതയായ ഒരു വനിതാ നേതാവിന് പോലും ഇത്തരം സൈബർ കൂട്ടങ്ങളിൽ നിന്ന് രക്ഷയില്ല, അല്ലെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഇല്ല ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് എന്നത് അവിടെ നിൽക്കുകയാണ്. ഇതിൽ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇത്തരത്തിൽ മുഖമില്ലാത്ത ഒരു കൂട്ടം പ്രവർത്തിക്കുന്നുണ്ട്. അവരെ അതാത് കാലത്ത് ഉപയോഗിക്കുകയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നത്. CPM-നുമുണ്ട്, കോൺഗ്രസിനുമുണ്ട്, BJP-ക്കുമുണ്ട്. അതാത് ഘട്ടങ്ങളിൽ അവർ അത് പ്രയോഗിക്കും, അവർ മുന്നോട്ട് വരും. വളരെ മോശം പ്രയോഗങ്ങൾ നടത്താൻ അവരെ ഉപയോഗിക്കും. അത് അറിഞ്ഞും അറിയാതെയും നടക്കുന്ന കാര്യങ്ങളുമുണ്ട്. ഇതിപ്പോൾ നേതാക്കൾ പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കുന്നു എന്ന രൂപത്തിലുള്ള പരാതിയാണ് വന്നിരിക്കുന്നത്. KK ശൈലജ ഇതിൽ ഷാഫി പറമ്പിൽ എന്ന UDF സ്ഥാനാർത്ഥി അറിഞ്ഞുകൊണ്ട് ചെയ്തിരിക്കുന്നു എന്ന ഗുരുതരമായ ആരോപണം അവിടെ ഉന്നയിക്കുമ്പോൾ അതിന് കൃത്യമായ മറുപടി അപ്പുറത്തുനിന്ന് നൽകേണ്ടതാണ്. ഷാഫി പറമ്പിലായാലും KK ശൈലജയായാലും ഏത് രൂപത്തിലാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതെന്നും ഏതൊക്കെ രൂപത്തിലാണ് പ്രതികരിക്കുന്നതെന്നും നമ്മൾ ഈ കേരളം കണ്ടിട്ടുള്ളതാണ്. വളരെ മാന്യമായ സംസ്കാരത്തോടു കൂടി തന്നെയുള്ള പ്രതികരണങ്ങളാണ്. ഏറ്റവും ഷാർപ്പായ രാഷ്ട്രീയ വിമർശനങ്ങൾ നടത്തുമ്പോഴും ഇരുകൂട്ടരും നടത്തിയിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊരു ആഹ്വാനം ഷാഫി പറമ്പിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണെങ്കിൽ അത് തെളിയിക്കേണ്ടതാണ്. ഷാഫി പറമ്പിൽ ഇതിനെ അപലപിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഷാഫി പറമ്പിൻ്റെതായി വന്നിട്ടിരിക്കുന്ന വാചകം ഞാൻ കണ്ടിട്ടുള്ളത്, ഇങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ട ഒരു അവസ്ഥ എനിക്കില്ല, ഞാൻ ഇങ്ങനെയല്ല എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കും. അതേസമയം നേരത്തെ പറഞ്ഞ നേതാവ്, അവിടുത്തെ ജില്ലാ നേതാവാണ്, ഈ പറഞ്ഞ തയ്യൽ ടീച്ചറുടെ ഒരു കഷ്ണം കിട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നേരത്തെ ഡോക്ടർ അരുൺ ചൂണ്ടിക്കാണിച്ചൊരു തുണ്ട് എന്നാണല്ലോ അതിനെ പറയുക. അപ്പോൾ എന്തോ ഒരു ദൃശ്യം അവിടെയുണ്ടെന്നും അത് ആരെങ്കിലും കണ്ടോ എന്ന പരിഹാസമാണ്. അത് ആരും കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നില്ല എന്ന് സമർത്ഥിക്കാനായിരിക്കും. പക്ഷേ ഉത്തരവാദപ്പെട്ട ഒരു പൊസിഷനിലിരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് പറയേണ്ട ഭാഷയാണോ എന്ന ചോദ്യം അവിടെ നിൽക്കുന്നു. ആ രാഷ്ട്രീയ നേതാവിനെതിരെ, ഷോബിൻ തോമസിനെതിരെ എന്ത് നടപടിയെടുക്കുന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് അപ്പുറത്ത് KK രമയ്ക്കെതിരായ ആരോപണം. KK രമയ്ക്കെതിരെ നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആക്രമണത്തെക്കുറിച്ചല്ല, ഡോക്ടർ അരുണിൻ്റെ ചർച്ചയിൽ തന്നെ ഒരാൾ ആഭാസകരമായ പ്രതികരണം നടത്താൻ പോയപ്പോൾ അരുൺ തടഞ്ഞില്ലേ, നമ്മൾ കണ്ടതല്ലേ. ആ ആൾ ആരാണ്? അയാൾ അവിടെ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിൽ നിൽക്കുന്ന ആളാണ്. വടകര മുനിസിപ്പാലിറ്റി പുറങ്കരയിലെ CPM നേതാവാണ് റിനീഷ് ബാബു. അപ്പോൾ റിനീഷ് ബാബുവിനെ തടയാൻ ആളുണ്ടായോ? ഈ P ജയരാജനാണല്ലോ ഇപ്പോൾ ഈ കോൺഗ്രസ് നേതാവിൻ്റെ പ്രതികരണം എടുത്തുകൊണ്ട് വിമർശിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. P ജയരാജൻ എങ്ങനെയാണ് ഷാഫി പറമ്പിലിൻ്റെ ഒരു പ്രകടനത്തെ വിശേഷിപ്പിച്ചത്? വെണ്ണപ്പാളിയുമായി മുന്നോട്ട് പോകുന്നു. വെണ്ണപ്പാളി എന്ന് എന്താണ് ഉദ്ദേശിച്ചത്? അദ്ദേഹത്തെ തിരുത്താൻ ഇവിടുത്തെ പാർട്ടി നേതൃത്വം തയ്യാറായിട്ടുണ്ടോ? നേരത്തെ MM മണിയെപ്പോലുള്ള നേതാക്കൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് പ്രധാനപ്പെട്ട വിഷയമാണ്. അവരെ തിരുത്തുന്നുണ്ടോ? അവരെ തിരുത്താതിരിക്കുന്ന കാലത്തോളം അവർക്ക് കീഴെ പ്രവർത്തിക്കുന്ന അണികൾ ഏത് രീതിയിൽ വേണമെങ്കിലും പ്രവർത്തിക്കാം, പ്രതികരിക്കാം. ഇതിനെതിരെ നടപടിയെടുക്കേണ്ടത് ആരാണ്? ആ രൂപത്തിൽ ഞങ്ങളുടെ നേതാവ് ചെയ്തത് ശരിയായില്ല, ഞങ്ങളുടെ നേതാവ് ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, പാർട്ടി അതിനൊപ്പമല്ല എന്നൊരു പ്രതികരണം ഇരുഭാഗത്തുനിന്നും ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് കേരളത്തിലൊരു പ്രവണതയാണ്. അതായത് രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരായിക്കോട്ടെ, സ്ത്രീകളാണെങ്കിൽ അവരെ വേറെ രൂപത്തിൽ ആക്രമിക്കുക എന്നുള്ളൊരു പ്രവണത പൊതുപ്രവണതയായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇതിൽ അപലപിക്കുന്നതിലും രാഷ്ട്രീയമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ വസ്തുത. ഇതിനെ വളരെ സെലക്റ്റീവായി കണ്ടുകൊണ്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ആളാണെങ്കിൽ മാത്രം പ്രതികരിക്കാമെന്നുള്ളൊരു രീതി, അത് ഏറ്റവും മോശമായ രീതിയാണ്. ഇത് സ്ത്രീകൾക്കെതിരെ പൊതുവായി നടക്കുന്ന ഒരു സംഭവമാണെന്ന രീതിയിൽ അതിനെ കാണാൻ ഇവിടുത്തെ രാഷ്ട്രീയ കേരളം തയ്യാറാകുന്നില്ല എന്നിടത്താണ് ഏറ്റവും ഗതികെട്ട അവസ്ഥയുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപലപിക്കേണ്ടതാണ്, ഒരുമിച്ച് അപലപിക്കേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഉണ്ണി ബാലകൃഷ്ണൻ. Meet the editors.